ഇനി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങൾ ഉടൻ ലഭ്യമാക്കുമെന്ന മന്ത്രിയുടെ വാക്ക് പാഴായി. വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകി 2 മാസം കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് ഇനിയും പുസ്തകം ലഭിച്ചില്ല. ഓരോ ദിവസവും വൈകുന്തോറും പഠിക്കാനുള്ള സമയം നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് കാഴ്ചാ പരിമിതിയുള്ള കുട്ടികൾ. +1 പഠിക്കാൻ പുസ്തകമില്ലാതെ വിഷമിച്ചിരുന്ന ആയിഷ ഉൾപ്പെടെയുള്ള കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾ വലിയ സന്തോഷത്തോടെയാണ് ഈ വാക്കുകൾ കേട്ടത്. എന്നാൽ ആ പ്രഖ്യാപനം നടപ്പായില്ല. പുസ്തകം കാത്തുകഴിഞ്ഞ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾ ഇപ്പോൾ നിരാശയിലാണ്. ബുക്ക് പ്രിന്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് നാളെ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും പഠനത്തിനെ കൂടുതലായിട്ട് ബാധിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതുകൊണ്ട് ഓരോ ദിവസം വൈകുന്നേരം ഭയങ്കര പ്രശ്നമാണ്. പാഠപുസ്തകങ്ങളില്ലാത്തത് ഈ കുട്ടികൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി മാതാപിതാക്കളും പറയുന്നു. എല്ലാ കുട്ടികളും പുസ്തകം പിടിച്ച് സ്കൂളിൽ വരുന്നുണ്ട്. അവളെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ നോർമൽ കുട്ടികളൊക്കെ പുസ്തകമായിട്ട് വരുമ്പോൾ ഇവർ പുസ്തകമൊന്നും ഇല്ലാതെ കയ്യും വീശിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അതന്നെ ഒരു ഇരട്ട നീതി പോലെയാണ്. കാരണം കുട്ടികളെ വേറിട്ട് കാണുന്ന രീതി അവർ മാനസികമായിട്ട് തളർന്നിട്ടാണുള്ളത്. ഇപ്പോൾ 2 ദിവസമായി സ്കൂളിൽ പോയിട്ടില്ല. ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങൾ പതിവായി അച്ചടിക്കുന്നവർക്ക് ഇനിയും ഹയർ സെക്കൻഡറി പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനായി അറിയിപ്പ് ലഭിച്ചിട്ടില്ല. പുസ്തകങ്ങൾ പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മാത്രമാണ് അധികൃതർ പറയുന്നത്. ഓണപരീക്ഷ കഴിഞ്ഞിട്ടും പാഠപുസ്തകങ്ങൾ എത്താതെ എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് കാഴ്ച പരിമിതരായ ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. അടിയന്തര പരിഹാരമാണ് ഇവർ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്. നന്ദഗോപാൽ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, നമുക്കറിയാം ഈ കാഴ്ച പരിമിതർ മറ്റുള്ളവരെക്കാളും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവരുടെ കാര്യത്തിലെങ്കിലും വളരെ പെട്ടെന്ന് നടപടി എടുക്കേണ്ടത് കൂടി അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇതപ്പോൾ അക്കാദമിക വർഷം തുടങ്ങി ഇപ്പോൾ അധ്യയന വർഷം ഒരു പകുതിയിലേക്കൊക്കെ അടുക്കാനാകുമ്പോൾ പോലും പുസ്തകമില്ല. മന്ത്രി തന്നെ നേരിട്ട് വ്യക്തമാക്കിയിട്ട് പോലും എന്തുകൊണ്ട് അച്ചടി അടക്കം വൈകുന്നു, ഇതുവരെ നടന്നിട്ടില്ല എന്ന് കേൾക്കുന്നു. സ്വാഭാവികമായിട്ട് ഇനി എപ്പോഴാണ് പുസ്തകം കയ്യിൽ കിട്ടുക? എന്താണ് ഈ അച്ചടിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ നന്ദഗോപാൽ? ജിൽസി, ആയിഷ സമീഹയുടെ ഒരു വിഷമം നമ്മൾ 2 മാസം മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് തന്നെ മന്ത്രി ഉറപ്പ് നൽകിയതാണ് എത്രയും പെട്ടെന്ന് പുസ്തകങ്ങൾ കുട്ടികൾക്ക് എത്തിച്ചു നൽകാമെന്നുള്ളത്. ആ വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ കുട്ടികൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അധ്യയന വർഷം അതിന്റെ അവസാനത്തോട് അടുക്കാനിരിക്കെ പോലും ഇപ്പോഴും ആ പുസ്തകങ്ങൾ കയ്യിലേക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇവിടെ പലരും പറയുന്ന ഒരു കാര്യം, കുട്ടികൾക്ക് വോയിസ് നോട്ട് ഉൾപ്പെടെ, അതായത് വാട്സാപ്പിൽ നൽകുന്ന ഓഡിയോ നോട്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ആയിഷ സമീഹയുടെ വാക്ക് തന്നെ ഉപയോഗിച്ചാൽ ബ്രെയിൽ ലിപി പുസ്തകങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്നത് പോലെ ഈ ഓഡിയോ നോട്ട് ഉപയോഗിച്ച് ഇവർക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർ തന്നെ അത് വ്യക്തമാക്കുകയാണ്. ഏതെങ്കിലും സമയത്ത് പെട്ടെന്ന് ഒരു സംശയം തോന്നിയാൽ അത് പരിഹരിക്കണമെങ്കിൽ ഈ പുസ്തകങ്ങൾ തന്നെ ഇവർക്ക് ആവശ്യമാണ്. വോയിസ് നോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായി വരും. അപ്പോൾ പുസ്തകങ്ങൾ ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് കൃത്യമായി പഠിക്കാൻ ഈ കുട്ടികൾക്ക് മുന്നിലുള്ള ഏക മാർഗം. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോഴും ഒരു പരിഹാരമായിട്ടില്ല എന്നുള്ളത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കാഴ്ച പരിമിതമായ ഒരു സംഘടനയ്ക്കാണ് സാധാരണയായി ബ്രെയിൽ ലിപി പുസ്തകങ്ങൾ അച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള കരാർ ലഭിക്കാറുള്ളത്. ഹൈസ്കൂൾ വരെ ഈ വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകങ്ങൾ അവിടെ നിന്നുമാണ് അച്ചടിക്കാറുള്ളത്. ഇവരോട് ഈ ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ അച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നുള്ളത് അറിയുന്നു. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പോ കരാറോ ഒന്നും തന്നെ നൽകിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഈ പുസ്തകങ്ങൾ ഇനി ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുകയാണ്. ഒക്ടോബർ ആദ്യ മാസം തന്നെ നൽകാൻ സാധിക്കുമെന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ പുസ്തകങ്ങൾ കയ്യിലേക്ക് ലഭിച്ചാൽ മാത്രമേ ഇനി പ്രതീക്ഷയുള്ളൂ എന്നുള്ളതാണ് ആയിഷ സമീഹയെ പോലെ കാഴ്ച പരിമിതരായ കുട്ടികൾ ഇപ്പോഴും നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ അടിയന്തരമായ ഒരു പരിഹാരം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്.